നമ്മൾ അമ്പലം വരെ ഒന്ന് പോവാണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ കാലത്ത് നമ്മൾ തൊഴാനായിട്ട് പോവാണേ. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ണി ഞങ്ങളുടെ ഒപ്പം വന്നിട്ടുണ്ട് വണ്ടിയിൽ. അതിന് പിന്നെ അങ്ങനെയൊന്നും ഇല്ല, ആരുടെ ഒപ്പം വേണമെങ്കിൽ കയറിപ്പോക്കും. ഇന്ന് ചേച്ചിയുടെ വീടിൻ്റെ കട്ട്ലവെപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നേ. പിന്നെ ഏട്ടൻ നമുക്ക് ലഡു തരുമായിരുന്നു കേട്ടോ. നല്ല ലഡു ആയിരുന്നു, എനിക്കിഷ്ടം ഇങ്ങനത്തെ ലഡു ഒക്കെ. ഭയങ്കര നെയ്യൊക്കെ ആയിട്ടുള്ള ലഡു ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ വാനരന്മാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മാമൻ്റെ മക്കളാണ്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെവിക്ക് ഒരു റെസ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇനി നമ്മൾ കുക്കിങ്ങിലോട്ട് പോവാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് പാറുവാണ്. ഞാൻ വെറുതെ ക്യാമറ ആയിട്ട് പോയിട്ടുള്ളൂ. അവൾക്ക് ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. കോളിഫ്ലവർ വറക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മ വെച്ചാൽ, ഞങ്ങൾ നോൺ വെജാണ്, അമ്മ ഇന്ന് വെച്ചായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് നോലുമ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അപ്പം ഞങ്ങളിരുന്ന് കുക്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു. പാവല്ലേ അമ്മ. പിന്നെ ഫ്രൈഡ് റൈസ് പാറുണ്ടാക്കണ കാരണം പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഫുഡ് മുമ്പും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അവൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സാലഡ് അച്ഛൻ്റെ വകയായിരുന്നു കേട്ടോ, സ്പെഷ്യൽ.